സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജിയുടെ മരണത്തോടെ സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ ഈ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6 ഈ മരണങ്ങൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം നേരിടുന്ന ചില അപ്രതീക്ഷിത പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ആരോഗ്യ നിലവാരം അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്താണ് ഇങ്ങനെയൊരു രോഗം ഇത്രയധികം ആളുകളുടെ ജീവനെടുത്തത്. ഷാജിയുടെ മരണം ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. കരൾ സംബന്ധമായ രോഗമുണ്ടായിരുന്നതിനാൽ ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചിരുന്നില്ല. നിലവിൽ 11 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇതിൽ 10 പേർ മെഡിക്കൽ കോളേജിലും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലുമാണ്. ഓഗസ്റ്റ് 11-നാണ് താമരശ്ശേരി സ്വദേശിയായ 9 വയസ്സുകാരിക്ക് ഈ രോഗം ബാധിച്ച് മരിച്ചത്. പിന്നാലെ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവനും നഷ്ടമായി. ഷാജിയുടെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പ്രാഥമിക അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നറിയപ്പെടുന്ന ഈ രോഗം നൈഗ്ലീരിയ ഫൗലറി എന്ന ഇനം അമീബ മൂലമാണ് ഉണ്ടാകുന്നത്. ഈ അമീബ സാധാരണയായി ശുദ്ധജല തടാകങ്ങൾ, നദികൾ, ചൂടുള്ള നീരുറവകൾ, മലിനജലം കെട്ടിക്കൊടുക്കുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ അമീബ കലർന്ന വെള്ളം മൂക്കിലൂടെ തലച്ചോറിലെത്തുമ്പോഴാണ് അണുബാധയുണ്ടാകുന്നത്. രോഗലക്ഷണങ്ങൾ വളരെ വേഗത്തിൽ പ്രകടമാവുകയും തലച്ചോറിന് കടുത്ത നാശമുണ്ടാക്കുകയും ഈ അമീബ ചെയ്യും. രോഗനിർണയം നടത്താൻ വൈകുന്നത് ചികിത്സ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ശുചിത്വ സംവിധാനങ്ങളുമുള്ള കേരളത്തിൽ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. എന്നാൽ കോവിഡ്, നിപ്പ പോലുള്ള മഹാമാരികളെ അതിജീവിച്ച കേരളം അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള അത്ര വ്യാപകമല്ലാത്തതും എന്നാൽ മാരകവുമായ രോഗങ്ങളെ നേരിടുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മഴക്കാലത്ത് വ്യാപകമാകുന്ന കോവിഡ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ജപ്പാൻ ജ്വരം, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾക്കൊപ്പം അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ അപൂർവമായ രോഗങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ സംവിധാനം ഏറെ മുന്നിലാണെന്ന ധാരണ നിലനിൽക്കുമ്പോഴും അത് പ്രധാനമായും സാർവത്രികമായ പ്രാഥമിക ആരോഗ്യ സേവനങ്ങളെയും മികച്ച പ്രതിരോധ കുത്തിവയ്പ് പദ്ധതികളെയുമാണ് ആശ്രയിക്കുന്നത്. എന്നാൽ പുതിയതും അപൂർവമായ രോഗങ്ങളെ തിരിച്ചറിയാനും ചികിത്സിക്കാനുമുള്ള കഴിവ് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. രോഗനിർണയത്തിനായുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങളെ കുറിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ പരിശീലനം നൽകുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. രോഗം കണ്ടെത്തുന്നതിനുള്ള കാലതാമസം മരണകാരണമാകുന്നു എന്നത് ഗൗരവമായ വിഷയമാണ്. മൺസൂൺ കാലത്ത് മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ പൊതുജനാരോഗ്യ ബോധവൽക്കരണ പരിപാടികളും ശക്തമാക്കേണ്ടതുണ്ട്. കിണറുകൾ, കുളങ്ങൾ, ശുദ്ധജല സ്രോതസ്സുകൾ എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിൽ വ്യക്തികൾക്കും സമൂഹത്തിനും വലിയ പങ്കുണ്ട്. അമീബ കലർന്ന വെള്ളത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക, വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, ശുദ്ധമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക എന്നിവയെല്ലാം ഈ രോഗം പകരാനുള്ള സാധ്യത കുറയ്ക്കും. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയും ജീവിത സാഹചര്യങ്ങളും പുതിയ രോഗങ്ങളെ കൊണ്ടുവരുന്നു. അതിനെ നേരിടാൻ കൂടുതൽ നവീനമായ സമീപനങ്ങളും ഗവേഷണങ്ങളും ആവശ്യമാണ്. വെറും ചികിത്സയിൽ ഒതുങ്ങാതെ രോഗം വരാതെ തടയാനുള്ള പ്രതിരോധ നടപടികളിൽ ഊന്നൽ നൽകണം. കാരണം ഈ രോഗങ്ങൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ യഥാർത്ഥ പ്രതിരോധ ശേഷിയുടെ പരീക്ഷണമാണ്.